ഓടി നടന്ന് ജോലി ചെയ്തിട്ടും എന്തുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒരു നീക്കിയിരിപ്പ് ഇല്ലാതെയായി? കാരണങ്ങൾ നിരവധിയാണ്. ഈ വരുന്ന 2024 നമ്മുടെ സാമ്പത്തിക ഭദ്രത പഴയതുപോലെ ആകാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ സാധിക്കും, ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ. ഒന്നുകിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുകയോ പുതിയൊരു വരുമാന സോഴ്സ് കണ്ടെത്തുകയോ ചെയ്യുക. ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച ഒരു വരുമാന മാർഗത്തിന്റെ ലിങ്ക് ഞാൻ താഴെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. എത്രയൊക്കെ ചിലവുകൾ ഉണ്ടെങ്കിലും ഒരു ചെറിയൊരു തുകയെങ്കിലും സേവ് ചെയ്തു വെച്ചതിന് ശേഷം മാത്രം ചിലവഴിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ജീവിതത്തിൽ ഒരു പുതിയ ശീലം, പണം സേവ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാം. ഓരോ മാസവും നിങ്ങളുടെ ഓരോ ചെലവുകളും വരവും എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു സാമ്പത്തിക അച്ചടക്കം സൃഷ്ടിക്കാൻ സഹായിക്കും. ഈ ഒരു പുതുവർഷം മുതൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ ശ്രമിക്കുക. സാമ്പത്തികമായ അച്ചടക്കം പണക്കാരനാകുന്നതും പാവപ്പെട്ടവനാകുന്നതും നിങ്ങളുടെ അധ്വാനത്തെ മാത്രം ആശ്രയിക്കുന്ന കാര്യമല്ല. അത് കുറെ ശീലങ്ങളുടെയും പണം നിങ്ങളിൽ സൃഷ്ടിച്ച കുറെ വികാരങ്ങളുടെയും ആകെ തുകയാണ്. 2024 പുതിയ സാമ്പത്തിക ശീലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും എൻ്റെയും ഡയമണ്ട് ലൈഫിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.